എവിടെ പഴയ കൺസെഷൻ എവിടെ? പഴയ കൺസെഷൻ അല്ല, ഞങ്ങൾക്ക് പുതിയ കാർഡ് എടുക്കാൻ വേണ്ടി പുതിയ കൺസെഷൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എടുത്തോണ്ട് പോയിക്കേ, സമയമില്ലാത്തോടത്ത് ആകെ 1 മണിക്കൂറിന്റെ അരമണിക്കൂറുള്ളൂ. എന്താ കാര്യം സാർ? അല്ല എന്താ ഇത് കാര്യം പറയേ സാർ, കാര്യം പറഞ്ഞോ. ഇത് പിടിച്ചേ സാർ, കാര്യം പറഞ്ഞു എന്നിട്ട് പോവാ സാർ. ഇവിടെ കൺസെഷൻ പുതുക്കണ സ്ഥലമാണ്, പുതിയ കൺസെഷൻ കൊടുക്കണല്ല. പുതിയ കൺസെഷൻ എടുക്കില്ലേ ഇവിടെ? അതെ, നിങ്ങൾക്ക് ഇപ്പൊ നേരം വിളിച്ചേ ഉള്ളൂ സാറ്. ഇത്ര കാലം ഓൺലൈൻ ക്ലാസ്സിലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ റെഗുലർ ക്ലാസ് തുടങ്ങിയിട്ട് ഇപ്പൊ 2 മാസമായില്ലേ? ഈ 2 മാസത്തിലിടയ്ക്ക് ഇതുവരെ ഇയാൾ എന്താ എടുക്കാൻ? ഞങ്ങൾ സ്ഥലം മാറി, ഞങ്ങൾ വീട് മാറിയതുകൊണ്ടാണ്, ഞങ്ങൾക്ക് വേറെ സ്ഥലത്തു നിന്നാണ് വേണ്ടത്. അങ്ങനെ കിട്ടില്ലേ? അങ്ങനെ കിട്ടണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് കിട്ടാൻ തരില്ല. അതാ പറഞ്ഞത്. സാർ അത് പറയൂ, അല്ലാതെ വെറുതെ പറ്റില്ല എന്ന് പറഞ്ഞു. ശരി, ഇത് എവിടെ പറ്റാ? ഇത് എവിടെ? ഇതിപ്പോ നിങ്ങൾക്ക് ഇതിന്റെ നിയമമൊക്കെ പറഞ്ഞിരുന്ന ആകെ 1/2 മണിക്കൂർ എടുക്കേണ്ട ആൾക്കാരെ ഞാൻ വിടണ്ടേ? ഇത് എപ്പോ വന്നാലും നിയമം പറയാ സാറേ. അതെ, ഇതേ ഒരു കാര്യം ചെയ്യണം. ഇനിയിപ്പോ ഈ കാർഡ് ഇപ്പൊ ഈ കാല സമയം കഴിഞ്ഞല്ലോ, ഇനി പുതുക്കണം എന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ MD പോയി കാണണം. സാർ അതങ്ങോട്ട് പറഞ്ഞാൽ മതിയല്ലോ. ചേട്ടാ അയാൾ ചൂടായിട്ടിരിക്കണം കേട്ടോ. ഞാൻ ജോയിന്റ് RTO പോയിട്ട് ജോയിന്റ് RTO ചിലപ്പോൾ കാര്യം നടക്കും അല്ലേ? എന്നാ താൻ ഇവിടെ വന്നിരുന്നിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ. ആകെ 15 മിനിറ്റേ ഉള്ളൂ, ഇത് കിട്ടിയിട്ട് പോണോ? അവനവന്റെ ജോലി ചെയ്യാം. എവിടെ അതുണ്ടല്ലേ? എന്തുണ്ട് അതിലാ? കൺസെഷൻ എവിടെ? കൺസെഷൻ കൊടുത്തിട്ടുണ്ട് നേരത്തെ, അത് എടുത്തിട്ട് വാ. കൺസെഷൻ കൊണ്ടുപോവാ. എന്താണ് ഓരോന്നും കൊണ്ട് വരും. എല്ലാ സാധനം ഉണ്ടോ നോക്കാൻ അറിയില്ലേ? സാക്ഷര കേരള അത്ര. ആരാണ്? എന്താ വേണ്ട? എന്താ കാര്യം? എന്താണ്? അട്ടാണാ ദൈവമേ, ഇവിടെ വന്ന എന്തിനാണ്? എന്താണ് ആവശ്യം? പറ, എന്താ വന്ന? എന്താ? ഒന്ന് സൂക്ഷിച്ചു നോക്ക്. എനിക്ക് മനസ്സിലായില്ലാന്ന്. തനിക്ക് എന്താ വേണ്ടത്? ഒന്ന് ഓർത്ത് നോക്കി. അമലേഷ്യ എന്നുള്ള സുഖം വന്ന് ഓർമ്മ എൻ്റെ കുറവാറ്റും. എനിക്കിട്ട് ഒരുപാട് ജോലിയുള്ള. താൻ വന്ന കാര്യം പറയടോ. 1 മിനിറ്റ്. ഇത് വൃത്തിയായിട്ട് അയാൾ കാണിക്കണ. ഇപ്പൊ മനസ്സിലായിട്ടില്ല പോലെ. എനിക്ക് മനസ്സിലായില്ല. തനിക്ക് എന്താണ് ആവശ്യം? എന്താണ് അത് പറ. ഞായറാഴ്ച ഓർമ്മയില്ല? കഴിഞ്ഞ ഞായറാഴ്ച 16-ാം തീയതി. ഞായ് കല്യാണം, സദ്യ, എലിശ്ശേരി, പുളിശ്ശേരി, കൂട്ടേറി, അവിയല്, പപ്പടം, 2 കളർ പപ്പടം പൊടിച്ചു തിന്നത്. കല്യാണത്തിന് കഴിഞ്ഞ ഞായറാഴ്ച കല്യാണത്തിന് വന്നിട്ടുണ്ടായി. അവിടെ രാഘവേട്ടൻ്റെ ആരാ? രാഘവേട്ടൻ കല്യാണത്തിന് തൊട്ടിപ്പുറം കസേരൻ്റെ അടുത്ത് ഇരുന്നതായിരിക്കും. ആര് മനസ്സിലായ? ആരെങ്കിലും കൂടെ വന്നിട്ടുണ്ടാ? എനിക്ക് കല്യാണത്തിന് ഭക്ഷണം കഴിച്ചിട്ട് പുറത്ത് പോയിട്ട് കൈകുമ്പം എൻ്റെ പുറകിലുണ്ടായത്. അതാ ഞാൻ പുറം കാണിച്ചത്. എനിക്കും അങ്ങോട്ട് കത്തില്ല. എനിക്കത് മനസ്സിലായില്ല. എന്താണ് ഇപ്പൊ ആവശ്യം? എന്താണ് പറ. എനിക്ക് ജോലി ഇവിടെ ഉണ്ട് ഒരുപാട്. അതെ ശരി. നമ്മളെ സുലൈമാക്ക ഉണ്ടല്ലോ, നമ്മളെ സുലൈംഖ 6 അടി പോക്കൂല്ലേ, നല്ല കയ്യൽ ഉഷാറില്ലേ. താൻ കഥാപ്രസംഗം പറയാതെ ഇപ്പൊ വന്ന കാര്യം പറയടോ. അല്ല സുലൈംഖാന്റെ മോനി ഒരു ചെറിയൊരു വണ്ടി എടുത്തിന്. നമ്മളെ സുലൈംഖാന്റെ മോൻ ലൈസൻസ് എല്ലാം ഉണ്ട്. പക്ഷേ ഓൻ എന്ത് ചെയ്തു വെച്ചാൽ ഇനി കളർ ലൈറ്റ് ടയറെല്ലാം മാറ്റിയിട്ട് ഫുള്ള് അടിപൊളി കളർഫുൾ ആക്കി. താൻ ഇന്നലെ പിടിച്ച ടെമ്പോ ട്രാവലറിന്റെ കാര്യമാണോ പറയണ? അതന്നെ സൂപ്പർ സംഭവം, അടിപൊളി. എന്ത് സൂപ്പർ? ടെമ്പോ ട്രാവലറിലാണോ പള്ളി പെരുന്നാൾ നടത്തണ? എന്തിനോട് അത്രയും ലൈറ്റൊക്കെ ഇട്ട് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് വെക്കണ? സാർ അത് ഓൻ്റെ ഒരു സന്തോഷത്തിനാണ്. അത് പിഴ അടക്കേണ്ടി വരും. പിഴ അടക്കാതെ വണ്ടി പോകാൻ പറ്റില്ല. ഒന്നിനെങ്കിലും അല്ല, പിഴ അടക്കേണ്ടി വരും. അല്ല നമ്മൾ തമ്മിൽ എടാപോടാ ബന്ധം എന്ന് പറഞ്ഞു. എനിക്ക് എന്ത്? നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടല്ലോ. നമ്മൾ തമ്മിൽ എന്ത് ബന്ധം? എണീക്കടോ, എണീക്കാൻ. തന്നോടല്ലേ എണീക്കാൻ പറഞ്ഞത്? ഓഫീസിൽ വന്നിട്ട് വൃത്തിയായിട്ട് കാണിക്കണം. അല്ല സാറേ, എവിടെ വന്നേക്കണേന്ന് എനിക്കറിയാമോ? വല്ലയിടത്തും വന്ന് കല്യാണം കൂടി പായസവും കുടിച്ചിട്ട് ബന്ധം പറയാൻ വന്നതാണ്. ഇറങ്ങിപ്പോടും. ഞാൻ സുലൈംഖാനോട് ഇറങ്ങിപ്പോവാൻ. ഓരോ മരി വന്നോളൂ.
ബന്ധത്തിന് വിലയില്ല നാട്ടിൽ. ഒക്കെ കാര്യം. ഈ ആരാണ് ഇയാളൊക്കെ ഇങ്ങോട്ട് കയറ്റി വിടണ? ദൈവമേ, എന്താണ് സാറേ? ഞാൻ ഒരു ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സാറേ. എന്ത് ഹെൽപ്പാണ്? ഞാൻ മോൻ്റെ ഈ കൺസെഷൻ ടിക്കറ്റിൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെ വന്നതാണ്. അത് ഇവിടെ അല്ല കേട്ടാ, അത് KSRTC കൺസെഷൻ. ഇവിടെ KSRTC പരിപാടിയൊന്നും ഇല്ല. ഇവിടെ ഒരുപാട് വർക്ക് എനിക്കുണ്ട്. തലക്ക് വെള്ളിവില്ലാത്തവന്മാരാണ് ഈ വന്നത്. എനിക്ക് ഇവരോട് മറുപടി പറയാൻ നേരമില്ല സാറേ. നമ്മൾ അതുകൊണ്ടല്ല, ഞങ്ങൾ അവിടെ പോയിരുന്നു KSRTC. അപ്പോൾ അയാൾ വേറെ എന്തൊക്കെ ഫാമിലി ഇഷ്യൂസൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട്. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലാതെ അവിടെ തരാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല സാറ്, ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമ്മൾ നാട്ടിൽ അന്വേഷിച്ചപ്പോൾ സാധാരണ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ പറഞ്ഞത് KSRTC കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. നമ്മൾ അവിടെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഇവിടെ നിന്നല്ല, ഇത് തിരുവനന്തപുരത്ത് നിങ്ങൾ MD കൊണ്ടുപോയി കാണിക്കണം KSRTC ഇവിടെ. തിരുവനന്തപുരത്തുണ്ടോ MD കാണിക്കാൻ പറഞ്ഞ MD കാണിക്കണം, അല്ലാതെ എന്നെ കാണിച്ചിട്ട് എന്തായാലും. സത്യം പറഞ്ഞ ഒരു 2 മാസമായിട്ടുള്ള കുട്ടിയുടെ ഡിഗ്രി ക്ലാസ് തുടങ്ങിയിട്ടേ. അപ്പൊ നമ്മള് ഇപ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആവശ്യം വന്നത്. അത് പറ ക്ലാസ് തുടങ്ങി അപ്പൊ തന്നെ അപേക്ഷയില്ല, അത് കിട്ടൂലല്ല. നിങ്ങൾ 2 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് സൗകര്യമുള്ളപ്പോ ചെന്നാ അവര് തരൂല. അത് തിരുവനന്തപുരത്ത് തന്നെ പോകേണ്ടി വരും. അല്ല സാറേ, നമുക്ക് വീട് ഇപ്പോഴാണ് മാറേണ്ട ഒരു ആവശ്യം വന്നത്. എന്റെ പൊന്നേട്ട, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണെന്നറിയാവോ, ഇതുപോലത്തെ ഒരുപാട് കേസുകളുണ്ട്. അപ്പൊ അത് ജെന്യൂനാണെന്ന് അറിയാനാണ് തിരുവനന്തപുരത്ത് പോയിട്ട് തന്നെ ഓർഡർ മേടിക്കേണ്ടി വരും. അല്ല സാറേ, പുള്ളി ഇങ്ങനെ ചെറിയൊരു കാര്യത്തിന് തിരുവനന്തപുരത്ത് പോകണം എന്ന് പറഞ്ഞപ്പോഴാണ് അവിടെ വലിയ ഉദ്യോഗസ്ഥനെ പോയി കാണണം എന്നൊക്കെ. അത് തിരുവനന്തപുരം ചേട്ടനൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളൊരു ചെറിയ അസുഖമായിട്ട് താലൂക്ക് ആശുപത്രി ചെല്ലുമ്പോൾ അവിടെ എടുക്കാതെ മെഡിക്കൽ കോളേജിലോട്ട് റെഫർ ചെയ്യാറില്ലേ? അതുപോലെ കണക്കാക്കിയാൽ മതി ഇതും. അല്ല സാറേ, അതിപ്പോ ഈ കാലിലൊരു മുള്ളുകുത്തിയ കാര്യത്തിന് ആരും മെഡിക്കൽ കോളേജിൽ പോകാൻ പറയൂലല്ലോ സാറേ. അത് താനല്ല തീരുമാനിക്കണം. മുള്ളു കയറിയെടുത്ത് പഴുക്കുമെങ്കിൽ എന്ത് ചെയ്യും? മെഡിക്കൽ കോളേജിൽ തന്നെ പോകണ്ടേ? അവരവിടെ പോയി MD കണ്ട് അപേക്ഷ കൊടുക്കാൻ പറഞ്ഞാൽ താൻ പോയി അപേക്ഷ കൊടുക്കണം. ഇവിടെ നിന്ന് രാഗിയിട്ട് ഒരു കാര്യമില്ല, നടക്കൂല്ല അത്. സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എൻ്റെ മകനൊരു വിദ്യാർത്ഥിയാണ്. വിദ്യാർത്ഥികൾക്കുള്ളൊരു ആനുകൂല്യമാണല്ലോ ഈ കൺസെഷൻ ടിക്കറ്റ് എന്ന് പറയുന്നത്. അത് എപ്പോൾ വേണം, എപ്പോൾ മുതൽ ഉപയോഗിക്കണം എന്നുള്ളത് തീരുമാനിക്കാനുള്ളൊരു അവകാശം ഒരു വിദ്യാർത്ഥിക്ക് ഇല്ലേ സാറേ? അതെ. അപ്പൊ വകുപ്പ് റൂളൊക്കെ അറിയാം. തന്നെ ഈ എന്നോട് ചോദിച്ചതേ, തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ KSRTC MD ചോദിക്കും. എന്നിട്ട് അയാൾ എന്താണ് പറയണതെന്ന് പറഞ്ഞാൽ ആ മറുപടി എനിക്കും കൂടി ഒന്ന് പറഞ്ഞതാ. അപ്പൊ തന്നെ പോലെ ഇവിടെ വന്ന വകതകളോട് എനിക്കത് പറഞ്ഞു കൊടുക്കാനാണ്. ഇവിടെ ഒന്നും നടക്കില്ല. ഇവിടെ ഒന്നും നടക്കൂലെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ 100 കൂട്ടം ജോലി ഉണ്ടെന്നേ. കണ്ണി കണ്ട് ഓഫീസിൽ പോകേണ്ട മുഴുവൻ ഇപ്പൊ ഒരു ഭ്രാന്തനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടേ ഉള്ളൂ. സുലൈമാനിക്കാന്ന്. ശരി സാർ. കാര്യം അയാൾ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ. എന്തിനാണ് ഒരു ചെറിയ മുള്ളുകൊണ്ട് ഇനി മെഡിക്കൽ കോളേജിലോട്ട് വരുന്നതെന്നാവോ? എന്തായാലും ആകട്ടെ, പോയി അനുഭവിക്കട്ടെ.